വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ബിജു ചേട്ടൻ പറഞ്ഞപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ നമ്മുടെ തൃപ്രയാർ ഏരിയയിലുള്ള നമ്മുടെ മാമൻ്റെ ഒരു തട്ടുകട ഉണ്ട് നമ്മുടെ പുഴയോരം സൈഡ്. അങ്ങനെ ഞങ്ങൾ നേരെ കാറെടുത്ത് അങ്ങോട്ട് വിട്ടിട്ടോ. അങ്ങോട്ട് വിട്ടപ്പോഴാണ് വേറെയും കുറച്ച് സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തൃപ്രയാർ പാലത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ പോയിരുന്നു. അപ്പോൾ വിചാരിച്ചു ഈ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇരിക്കാനും ചെറിയൊരു ടൂറിസ്റ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാമെന്ന് വെച്ചപ്പോഴും അവിടെ റോഡ് പണിയായി. അപ്പോൾ കാറ് കയറ്റാൻ പറ്റില്ല. വീണ്ടും നമ്മൾ കാറിൽ തന്നെ. ഓൾറെഡി നല്ല വെയിലും ചൂടും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ മാമൻ്റെ കടേൻ്റെ ഏരിയയിലെത്തി. ഇതാണ് നമ്മുടെ പുഴയോരം. ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് ബോട്ട് സർവീസും കയാക്കിങ്ങും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ തന്നെ മീൻ പിടിക്കുന്നു, അപ്പുറത്ത് വെക്കും. അങ്ങനെ നല്ലൊരു നായ ഉണ്ടായിരുന്നു. ഈ നായക്ക് ഫുഡൊന്നും കഴിച്ച് മടുത്തതാണോ എന്ന് അറിയില്ല. ഇതാണ് ഇങ്ങനെ ഓരോ. പിന്നെതാ ബിജു ചേട്ടനതാ നേരെ നമ്മുടെ മാമൻ്റെ കടയിലോട്ട് പോകുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ചാർജും ചെയ്യണം. നമുക്ക് 5% ചാർജ്. അത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു സർവീസിൻ്റെ കുറച്ച് ബോർഡുകൾ, അതായത് സർവീസ് എങ്ങനെയാണെന്ന്. അങ്ങനെ ഞാൻ ബിജു ചേട്ടനൊന്നും നോക്കില്ല, തൂക്കുപാലത്തിൽ കയറി. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണല്ലോ. കാരണം ഇവിടെ ഒട്ടുക്കത്തെ വെയിലാണ്. ഈ പണ്ടാറത് ഇളകുന്നുണ്ടല്ലോ, കംപ്ലീറ്റ് ഇളക്കാം. പിന്നെ തൂക്കുപാലല്ലേ. പൊട്ടി ഗ്യാസ് ആടുന്നത് കണ്ടില്ലേ. ഇതൊരു അടിപൊളിയൊരു ചെറിയ ഹോട്ടൽ സെറ്റപ്പാട്ടത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ബ്രിഡ്ജ് പിന്നാട്ടോ നട്ടുച്ചയ്ക്ക് ഇതാ ഇവിടെ നിന്ന് വെയിലുള്ളൂ. വേറൊരു പണിയില്ല. കട്ടക്കഴപ്പെന്ന് അതിന് പറയുള്ളൂ. ഞങ്ങളിവിടെ ഒരു മാമൻ്റെ ഊണ്, ഇവിടെ ഒരു മാമൻ്റെ കട എന്നൊരു കട ഉണ്ട്. അവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ മീൽസ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് എനിക്ക് എന്തായാലും ഇവിടുന്ന് ഇത് കഴിച്ച് കഴിഞ്ഞ് എന്തായാലും ഇവിടെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എറണാകുളം പോകണം. എറണാകുളം പോയിട്ട് കമ്പനി പോയി സംസാരിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ ബാംഗ്ലൂരിലോട്ട് വണ്ടി കയറാൻ. ഇവിടെ നല്ലൊരു ബോട്ട് സർവീസ് ഉണ്ട്. സോളാറിലാണ് ഫുള്ള് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ 2 കരിമീനും 3 അയില, ഒരു ബീഫ് ഫ്രൈ ആയിട്ട് പറഞ്ഞ്. പിന്നെ നല്ല മീൻ കറിയും കുറച്ച് തൈരും, അതായത് നല്ല നാടൻ തൈര്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു തൊണ്ടയിൽ കുടുങ്ങിയപ്പോൾ ഞാൻ ഒരു ജീരക സോഡ അടിച്ചു. കാരണം കുറച്ചങ്ങ് ലോക്കായിപ്പോയി. മീനൊക്കെ നല്ല എടുത്ത് പറഞ്ഞു കേട്ടോ. നല്ല പക്ക നമ്മുടെ വീട്ടിൽ പോയിരിക്കുന്ന പോലെ തന്നെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും വണ്ടി തിരിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് നമ്മുടെ വലിയേട്ടനിലുള്ള ആ ഒരു വീടുണ്ടല്ലോ, നല്ല പഴയ വീട്, അത് കാണാനാണ്. അത് ഇവരെ അടുത്താണ് നിൽക്കുന്നത്. ഏകദേശമൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നല്ല ഇപ്പോഴും പഴയതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എത്ര പഴക്കമുള്ള വീടാണല്ലോ ഇത്. അത് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ കറക്റ്റ് ആ ഒരു ഫിലിം നമുക്ക് ഓർമ്മ വന്ന്. ഇതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൊരു അവസ്ഥ വെച്ച് നോക്ക്. ഇതാണ് ആ ഒരു ലൊക്കേഷൻ കേട്ടോ. നല്ല ഇവിടെ മാത്രം ഒടുക്കത്ത തണുപ്പാണ്. കാരണം ഫുൾ നാച്ചുറൽ, നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് അവരുടെ തന്നെ നല്ലൊരു അമ്പലമാട്ടത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ടി തിരിച്ച് തൃപ്രയാർ പാലവും കയറി അങ്ങനെ വരികയാണ്. ഇനി നമുക്ക് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചേട്ടനൊരു മാല മേടിക്കണം. ഒരു മാല മിസ്സായിട്ടുണ്ട്. മാല മേടിക്കാൻ വേണ്ടി നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഷോപ്പ് കയറി. 2 ദിവസം മുന്നേ മേടിച്ചപ്പോൾ മാലയ്ക്ക് വന്ന് വെറും ഒരു 80 രൂപയായിരുന്നു. ഇപ്പോൾ മേടിക്കുമ്പോൾ അത് 200 മാറിയിട്ടുണ്ട്. പിന്നെ എന്തായാലും പുള്ളിക്കാരന് സാധനം വേണം. അങ്ങനെ രുദ്രാക്ഷൻ മാല അങ്ങ് മേടിച്ചു. കുറേ നോക്കുമ്പോൾ കുറേ നല്ല കളക്ഷൻസൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അതും മേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നേരെ എന്ത് ചെയ്യുന്നറിയോ, എനിക്ക് പിന്നെ പോകേണ്ടതാണ് നമ്മുടെ വീട്ടിലോട്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ എറണാകുളത്തേക്ക് പോവും വേണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നൈറ്റ് എനിക്ക് നമ്മളെങ്ങോട്ട് പോകണമെന്ന് അറിയാം, ബാംഗ്ലൂരിലോട്ട് വണ്ടി കയറണം. അങ്ങനെ ഫൈനലി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ജെഡി ബ്രോ, ശരി എന്താണ് അങ്ങോട്ട് വാ, വാ ഫുഡ് കഴിച്ചാ? പുറത്തിറങ്ങാം നമുക്ക് ജെഡി. ഇങ്ങനെ നമ്മൾ തൃശ്ശൂർ വീടാണ് ഗൈസ്.